ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന CSF ഫയർമാൻ്റെ എക്സ്പെക്റ്റഡ് എക്സാം ഡേറ്റിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളുമാണ്. ഫിസിക്കൽ അറ്റൻഡ് ചെയ്തിട്ട് ഫിസിക്കൽ പാസ്സായ എല്ലാ കുട്ടികൾക്കും ഈ ഒരു വീഡിയോ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യണം. ഒരു എക്സ്പെക്റ്റഡ് ഡേറ്റ് നിങ്ങൾക്ക് മനസ്സിലായാൽ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളും ഈ ഒരു വീഡിയോ പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യണം. CSF ഫയർമാൻ്റെ ഫിസിക്കൽ പാസ്സായ എല്ലാ കുട്ടികൾക്കും റിട്ടേൺ എക്സാമിന് വേണ്ടി ബെസ്റ്റ് വിഷസ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശേഷം റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്നിടം വരെ. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കുട്ടികളെ, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അനന്ത് ഡിഫൻസ് അക്കാഡമിയിൽ CSF ഫയർമാൻ്റെ ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ആൾറെഡി ക്ലാസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോഴും ജോയിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്ന് ഫുൾ സിലബസ് ആയിരിക്കും കവർ ചെയ്ത് നിങ്ങളുടെ കയ്യിൽ ലഭിക്കുന്നത്. ഇതോടൊപ്പം തന്നെ എക്സാം ഡേറ്റ് വരുമ്പോൾ ആ ഒരു ഡേറ്റിനടുത്ത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് PYQ സെഷനും അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റ് സെഷനും സെപ്പറേറ്റ് ലഭിക്കുന്നതായിരിക്കും. ഫുൾ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും ലഭിക്കുന്നത്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇവിടെ ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫെസിലിറ്റീസ് ആണ്: ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കുന്നതാണ്, റെക്കോർഡ് സെഷൻ ലഭിക്കുന്നതായിരിക്കും, വീക്കിലി 6 ദിവസം ക്ലാസ്സുകളുണ്ട്, മോക്ക് ടെസ്റ്റും മെഡിക്കൽ അവയർനെസ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ടോട്ടൽ ഫീസ് 2500 രൂപയാണ്. ഈ ഒരു കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് എവിടെ നിന്നും ഈ ഒരു കോഴ്സ് ലഭിക്കുന്നതല്ല. 2025 നിങ്ങളും CSF ഫയർമാനിൽ നിങ്ങളുടെ ഒരു പോസ്റ്റ് പെർമനന്റ് ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ടീം ആഡോടൊപ്പം ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം സിലബസ്. ഫിസിക്കൽ പാസ്സായതിനു ശേഷം എല്ലാ കുട്ടികളും ഈ ഒരു പോസ്റ്റിനെ കുറിച്ച് ആൾറെഡി മറന്നിരിക്കുകയാണ്. കുറച്ച് കുട്ടികൾ എൻ്റെ പല വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഓഫീസ് നമ്പറിൽ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു, സർ എക്സാം എപ്പോഴായിരിക്കും എന്നതിനെ കുറിച്ചിട്ട്. മറന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടി ഒന്നുകൂടി ഞാനൊന്ന് സിലബസ് ഒന്ന് റിമൈൻഡ് ചെയ്യുകയാണ്. ഇതിൻ്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്: ജനറൽ ഇൻ്റലിജൻസ്, റീസണിങ്, ജനറൽ നോളജ് ആൻഡ് അവയർനെസ്, എലിമെൻ്ററി മാത്തമാറ്റിക്സ്, ഇംഗ്ലീഷ്. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത് 25, 25, 25, 25 ആണ്. മാക്സിമം മാർക്സ് 25, 25, 25, 25. 100 ക്വസ്റ്റ്യൻ 100 മാർക്സ്. ടോട്ടൽ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്ന ടൈമാണ് 120 മിനിറ്റ്സ്. അപ്പോൾ ഈ ടൈമിനുള്ളിൽ തന്നെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ എല്ലാം നല്ലപോലെ അറ്റൻഡ് ചെയ്തിരിക്കണം. ഇതിൻ്റെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഹൈ ആയിരിക്കും വരുന്നത്. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഫസ്റ്റ് കട്ട് ഓഫ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഫോം ഫിൽ ചെയ്തതിന് ശേഷം ആദ്യത്തെ ഫേസ് എന്നാണ് ഫിസിക്കലാണ്. ഫിസിക്കലിന് വേണ്ടി എങ്ങനെയാണ് കുട്ടികളെ വിളിക്കുന്നത്? നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ മാർക്ക് എബോവ് 90 and 92 ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളെ ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാൻ വിളിച്ചത്. അപ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലായിക്കോണം, എന്തായാലും എക്സാമിൻ്റെ ലെവലും നല്ല രീതിയിലായിരിക്കും പോകാൻ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടുന്നതും. ഇതാണ് നിങ്ങളുടെ എക്സാം പാറ്റേൺ. ഇതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോവുക. ഇനി നിങ്ങൾ അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് കുട്ടികളെ, എന്നായിരിക്കും ഇതിൻ്റെ എക്സാം ഡേറ്റ്. കുട്ടികളെ, ഈ CSF ഫയർമാൻ്റെ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് TCS ആണ്. TCS ആണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ആൾറെഡി ഇപ്പോൾ എക്സാം കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് SSC GD ആണ്. SSC GD എക്സാം കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതേ ടീം തന്നെയാണ് RPFൻ്റെ, അതായത് RPF കോൺസ്റ്റബിളിൻ്റെ എക്സാമും കണ്ടക്ട് ചെയ്യുന്നത്. ഈ രണ്ടിൻ്റെയും എക്സാം ഡേറ്റ് എല്ലാം കംപ്ലീറ്റ് ആവുന്ന ഏതൊരു ടൈമിലാണ്? SSC GD കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, എക്സാം കംപ്ലീറ്റ് ആവുന്നത് അറൗണ്ട്ലി February 25 അടുത്താണ്. അതുപോലെ തന്നെ RPF കോൺസ്റ്റബിളിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിലോ, RPF കോൺസ്റ്റബിളിൻ്റെ എക്സാം കംപ്ലീറ്റ് ആവുന്നത് March 20 അടുത്താണ്. അപ്പോൾ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് എന്തായാലും നിങ്ങളുടെ എക്സാം ഡേറ്റ് വരാൻ പോകുന്നത് മിഡ് മാർച്ചോടായിരിക്കും. എക്സാം സ്റ്റാർട്ടാകാൻ പോകുന്നത് എന്തായാലും നിങ്ങളുടെ മാർച്ച് ലാസ്റ്റ് വീക്കോടായിരിക്കും. ഇത് എക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ഐഡിയ ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങളുടെ എക്സാം ഡേറ്റും വരാൻ പോകുന്നത്. അടുത്ത വർഷത്തേക്കുള്ള എല്ലാ എക്സാമിൻ്റെയും കലണ്ടർ ആൾറെഡി അപ്ഡേറ്റ് ആയിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിൻ്റെ എക്സാമും വളരെ നേരത്തെ തന്നെ കാണുന്നതായിരിക്കും. ഈ 2 എക്സാം കംപ്ലീറ്റ് ആയതിനു ശേഷം ഉടനെ തന്നെ CSF ഫയർമാൻ്റെ ആയിരിക്കും എക്സാം വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ 2 എക്സാം കംപ്ലീറ്റ് ആയാൽ ഉടനെ തന്നെ ഫിസിക്കൽ വരാൻ പോകുന്നത് BSF, HCM ആൻഡ് ICയുടെ ആയിരിക്കും. എല്ലാ അപ്ഡേറ്റും വളരെ ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളും CSF ഫയർമാൻ്റെ എക്സാമിനെ തയ്യാറെടുക്കുന്ന കാൻഡിഡേറ്റ് ആണെങ്കിൽ ഉടനെ തന്നെ പഠിച്ചു തുടങ്ങുക. ടൈം ഒട്ടും ലേറ്റ് ആക്കരുത്. അഡ്മിറ്റ് കാർഡ് വന്നു കഴിഞ്ഞാൽ, അതായത് എക്സാമിന് ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ കയ്യിൽ വളരെ കുറച്ച് സമയം മാത്രമേ കാണത്തുള്ളൂ. വീഡിയോ ഇൻഫോർമേറ്റീവ് ആയി തോന്നിയ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.